നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. ഓണക്കാലമായതോടുകൂടി അഞ്ചൽ മേഖലയിൽ മോഷണങ്ങൾ പെരുകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എല്ലാവർക്കും പെൻഷൻ പദ്ധതിയുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അലൈമൺ ഗ്രാമപഞ്ചായത്തും സൻസാദ് ആദർശ് യോജനയും ആയുഷ് വകുപ്പും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചൽ പനയഞ്ചേരി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 43,000 രൂപയുടെ ക്യാഷ് ചെക്കും പാസ്ബുക്കും കളഞ്ഞുകിട്ടി. കേരള കാർഷിക സർവകലാശാല കതിര് 2015 സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ SIയുടെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. അലൈമൺ ഗ്രാമപഞ്ചായത്തും സൻസാദ് ആദർശ് യോജനയും ആയുഷ് വകുപ്പും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൻസാദ് ആദർശ് യോജനയും അലൈമൺ ഗ്രാമപഞ്ചായത്തും ആയുഷ് വകുപ്പും ചേർന്ന പുത്തേം ജംഗ്ഷനിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം അലൈമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ നിർവഹിച്ചു. അലൈമൺ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്ന് ഈ പുത്തേം ജംഗ്ഷനിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും വിവിധതരം ആയുർവേദ ക്യാമ്പുകൾ പഞ്ചായത്തിലുടനീളം സംഘടിപ്പിക്കുക പതിവാണ്. ഈ വർഷവും അലോപ്പതിയുടെ ധാരാളം ക്യാമ്പുകൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇന്നലെ ഹോമിയോ ആയുർവേദ ഹോമിയോയുടെ ക്യാമ്പും ഇന്നലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആയുർവേദത്തിൻ്റെ ക്യാമ്പാണ് ഇന്ന് ഈ പുത്തേം ജംഗ്ഷനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ കരുകോൺ കേന്ദ്രമാക്കി നമ്മുടെ PHC വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നു. അവിടെ ഈ 4 വർഷക്കാലമായി ഞാൻ ജനപ്രതിനിധിയായി പഞ്ചായത്തിൽ കയറി അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ അറിവിൻ പ്രകാരം ആ ഹോസ്പിറ്റലിൽ വന്നു പോയിട്ടുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ജനകീയമായി നേതൃത്വം വഹിച്ചിട്ടുള്ളവരാണ്. ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു അല്പം സമയമെടുക്കും. പക്ഷെ സമയമെടുക്കുമ്പോഴും പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആ രോഗത്തിൻ്റെ പൂർണ്ണതയ്ക്ക് മാത്രം കഴിയുന്ന തരത്തിലുള്ള ചികിത്സ ലഭിക്കുമ്പോൾ പല ആളുകളും പക്ഷെ ഒന്നിലധികം ദിവസങ്ങൾ ചിലപ്പോൾ കഷായം ഓരോ ദിവസവും ഇട്ട് കുടിക്കേണ്ട കഷായമാണ്. ആ കഷായം ഒരാഴ്ചത്തേക്ക് കുപ്പിയിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അന്നേരം നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അലോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷഫലവും കൂടി ഉണ്ടാകുന്നു. എന്നാൽ നമ്മൾ അലോപ്പതി ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഉപയോഗിക്കണം. എന്നാൽ വളരെ സൂക്ഷിച്ച് ഇപ്പം നല്ല ഹോസ്പിറ്റലിൽ അന്നന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അതനുസരിച്ചുള്ള ഡോസിനുള്ള മരുന്നുകളെ കൊടുക്കാറുള്ളൂ. എന്നാൽ ഇവിടെ എങ്ങനെ സാർ പറഞ്ഞ പോലെ സൂര്യയിലോട്ട് ചെന്നാൽ ഉടനെ കുത്തിവെക്കും. ഒറ്റ കുത്തിവെപ്പിന് എല്ലാ അസുഖവും മാറും, കൂട്ടത്തിൽ കിഡ്നിയും പോകും. ഇത് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് വേറെ അസുഖം അവിടെ അതുമൂലം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ആർക്കും ഒരു പ്രശ്നമല്ല. അലൈമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ് അധ്യക്ഷനായ ചടങ്ങിൽ KG ബാബു സ്വാഗത പ്രസംഗം നടത്തുകയും അനി ജോയി, സബീന മനാഫ്, ബിന്ദു ബാബു, ജേക്കബ് മാത്യു എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. മെഡിക്കൽ ക്യാമ്പിൽ ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ മേരി സുഷമ, ഡോക്ടർ ജിഷ, ഡോക്ടർ സ്മിത എന്നിവർ രോഗികളെ പരിശോധിക്കുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 43,000 രൂപയുടെ ക്യാഷ് ചെക്കും പാസ്ബുക്കും കളഞ്ഞുകിട്ടി.
അഞ്ചൽ തഴമേൽ സ്വദേശിയും അഞ്ചലിലെ ലോഡിംഗ് തൊഴിലാളിയുമായ ബാബുവിനാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 43,000 രൂപയുടെ ക്യാഷ് ചെക്കും പാസ്ബുക്കും കളഞ്ഞു കിട്ടിയത്. ബാബു അത് അഞ്ചൽ പോലീസിൽ ഏൽപ്പിക്കുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈസ്റ്റ് സ്കൂളിലെ അധ്യാപകനായ ജയന്തിയാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് അഡീഷണൽ SI വേണു ചെക്കും പാസ്ബുക്കും ജയന് കൈമാറി. സ്കൂളിൽ തന്നെ ഈസ്റ്റ് സ്കൂളിൽ തന്നെ പിയൂണായ ശ്രീ നസീമിൻ്റെ കയ്യിൽ ട്രഷറി മാറാൻ വേണ്ടി ഒപ്പിട്ട ചെക്കാണ് കൊടുത്തു വിട്ടിരുന്നത്. അത് പോയ വഴിക്ക് സൈഡിൽ വണ്ടി ഒതുക്കിയ സമയത്താണ് നഷ്ടപ്പെട്ടായിരുന്നത്. അതിങ്ങനെ നമ്മുടെ ബാബു ചേട്ടൻ്റെ തക്കതായ ഇടപെടൽ കാരണം തിരിച്ചു കിട്ടാനായി. ആര് ബാങ്കിൽ കൊണ്ട് കൊടുത്താലും ക്യാഷ് കിട്ടുന്ന ചെക്കല്ലോ? ആര് ബാങ്കിൽ കൊടുത്താലും ചെക്ക് കിട്ടുന്ന കാശാണ്. അഞ്ചലിലെ മുൻ ചുമട്ടുതൊഴിലാളി ശ്രീ ബാബു എന്നൊരാൾ രാവിലെ ഒരു സബ് ട്രഷറിയിലെ അഞ്ചൽ സബ് ട്രഷറിയിലെ അക്കൗണ്ട് ഹോൾഡറായ ജയൻ എന്നൊരാളുടെ ഒരു പാസ്ബുക്കും 43,000 രൂപയുടെ ഒരു ക്യാഷ് ചെക്കും കളഞ്ഞു കിട്ടിയതുകൊണ്ട് ഇവിടെ കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങൾ ചാനലിൽ വിളിച്ചു പറഞ്ഞു, സ്കൂളിൽ അറിയിച്ചപ്പോൾ അവിടുത്തെ അധ്യാപകൻ്റെ ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ആ അധ്യാപകനെ ഈ പാസ്ബുക്കും ചെക്ക് ലീഫും കൊടുക്കുകയാണ്. അല്ല, സത്യസന്ധനായ അദ്ദേഹത്തിന് ബാബുവിന് പോലീസിൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തും. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ബാബുവിനെ അഞ്ചൽ പോലീസ് അഭിനന്ദിച്ചു. ഗണേശോത്സവം 2015 ഭാഗമായി അഞ്ചൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്നദാനം നടത്തി. ശിവസേനയുടെയും ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് മാസം 16 മുതൽ 20 വരെ അഞ്ചലിൽ നടന്നുവരുന്ന ഗണേശോത്സവം 2015 ഭാഗമായാണ് അഞ്ചൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്നദാനം സംഘടിപ്പിച്ചത്. അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ നിരവധി പേർ എത്തിച്ചേർന്നു. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ മാസം 8 വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തിനിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു.
കുളത്തൂപ്പുഴ എസ്ഐയുടെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ പുതുതായി ചാരെടുത്ത എസ്ഐയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം ചെങ്കോട്ട പാത നാട്ടുകാർ ഉപരോധിച്ചു. 2 മണിക്കൂറായിട്ട് ജനങ്ങളിവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എസ്ഐയുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് അറിയിച്ചിട്ടും അത് ഒരു പോലീസുകാരനെ പോലും ഈ പ്രദേശത്തേക്ക് വിടുകയോ ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ധാർഷ്ട്യമായ ഒരു നടപടിയാണ് പുതിയ എസ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഇതുവരെ ഞങ്ങളൊക്കെ നിരവധി SI-മാരെയും CI-മാരെയും DYSP ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ പോലീസ് ഓഫീസർമാർക്ക് അപമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഈ SI-യെ ഞങ്ങൾക്ക് ഒരു കാരണത്താൽ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ഇതിന് അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ മോശമാണ്. ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ മാന്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായി ഇത്തരത്തിലുള്ള നടപടി എടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന SI-യെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നത് പോലെയാണ്. അതാണ് ഈ ഉപ്പായും കൂടെ ഷാബിയുടെ കൂടെ, അത് തന്നെ ഉപ്പായും കൂടെ ഷാബിയുടെ കൂടെ പോകും. അതെ, ഷാബിയുടെ കൂടെ പോകും. ഞങ്ങള് ഇപ്പൊ തിരിച്ചു വന്ന് ഷാബിയുമായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പിരിയത്തുള്ളൂ. കേട്ടല്ലോ. ഇപ്പൊ നമുക്ക് വണ്ടികളൊക്കെ ഉപരോധ സമരത്തിൽ നിരവധി ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അഞ്ചൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനവും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ S. ജയമോഹൻ അവരുകളായിരുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായ ചില അസൗകര്യങ്ങൾ PTA പ്രസിഡന്റിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഉദ്ഘാടനത്തിനായി ഈ വേദിയിലേക്ക് വരേണ്ടതായി എനിക്ക് വന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിന്റെ 68 വാർഷികങ്ങൾ കഴിഞ്ഞതാണ്. 69 വർഷത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ ഈ സ്വാതന്ത്ര്യ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ മനുഷ്യരുടെ മുഖങ്ങൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുടെയും മുഖങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ടോ? സൗജന്യ പഠനോപകരണ വിതരണവും കുട്ടികളുടെ കലാപരിപാടികൾ, അത്തപ്പൂക്കളമൊരുക്കൽ, സമ്മാനദാനം, ഓണസന്ധ്യ എന്നിവ നടത്തി. PTA പ്രസിഡന്റ് ലിജു ജമാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പ്രഭ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഖിൽ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല കതിര് 2015 സംഘടിപ്പിച്ചു.
കേരള കാർഷിക സർവകലാശാല കതിര് 2015 കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. ആരോഗ്യ സമൃദ്ധമായ സമൂഹം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ആഗസ്റ്റ് 18 മുതൽ 22 വരെ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ അവതരിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം, ആഗ്രോ ക്ലിനിക് എന്നിവ സംഘടിപ്പിക്കുന്നു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര എന്ന് പറയുന്നത് വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഗ്രാമീണ മേഖലയിലുള്ള കർഷകർക്ക് പലപ്പോഴും കൃഷിയുമായി ബന്ധപ്പെട്ട അവയർനെസ് നൽകുക എന്നുള്ളതാണ്. എങ്ങനെ മെച്ചപ്പെട്ട കൃഷിയിലൂടെ മെച്ചപ്പെട്ട ഉൽപാദനം ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അതിന് ഏതൊക്കെ തരത്തിലുള്ള നൂതനമായ കാർഷിക രീതികൾ നമുക്ക് അവലംബിക്കാം എന്ന് കർഷകർക്ക് അപ്പോഴപ്പോൾ വേണ്ടത്ര രീതിയിൽ പരിശീലനം നൽകുന്ന രീതിയാണ് ഈ KVKയിലൂടെ നമ്മൾ നടപ്പാക്കുന്നത്. തീർച്ചയായും KVKകൾ ഇന്ന് വലിയ വിജയമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം വളരെ വിജയകരമാണ്. തീർച്ചയായും KVKയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു KVK എന്ന് പറയുമ്പോൾ ഈ സദാനന്തരപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. കൃഷി വിജ്ഞാന കേന്ദ്ര ജനങ്ങൾ കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാം, കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാം, കർഷകരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കർഷകരെ ഇവിടെ വിളിച്ചു വരുന്നതിന് പകരം കർഷകരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് ഇവിടെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഇവിടെ വിളിക്കുന്നതോടൊപ്പം തന്നെ ഫീൽഡിലേക്ക് പോകാനുള്ള നടപടികൾ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയം. കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ എന്ന ബൃഹത്തായ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ചും കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അന്യ സംസ്ഥാനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയും അന്യ സംസ്ഥാനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അരിയും പച്ചക്കറിയും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നവരാണ്. നമുക്ക് ആവശ്യമായ പച്ചക്കറിയോ നമുക്ക് ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങളോ ഇവിടെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ വരവും മറ്റുമൊക്കെ ആയപ്പോൾ കൃഷിയില്ലെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവുകയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് പലതിനും മറ്റ് സംസ്ഥാനങ്ങളെ, ഇപ്പൊ പച്ചക്കറിക്കായിരുന്നാലും അരിക്കായിരുന്നാലും മുട്ടയ്ക്കായിരുന്നാലും പാലിനും ഒക്കെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട രീതി വന്നു. മറ്റു സംസ്ഥാനങ്ങളാണെങ്കിൽ എന്താണ്, എല്ലാത്തിനും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മളെ അവര് നന്നായി അവര് നമ്മളെ ദുരുപയോഗം ചെയ്യുകയാണ്. കാരണം ഈ തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഈ പച്ചക്കറികൾ അവര് ഉത്പാദിപ്പിക്കുന്നത് അതിഭയങ്കരമായ കീടനാശിനികളും വിഷാംശങ്ങൾ കലർന്ന കീടനാശിനികളൊക്കെ ഉപയോഗിച്ചാണ്. ആ വിഷമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് അടുത്ത കാലത്ത് മാധ്യമങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തരിശു നിലങ്ങൾ, തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കുക. ജില്ലയിലെ വിവിധ ജനപ്രതിനിധികളും കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കൊട്ടാരക്കരയിലെ സ്റ്റേറ്റ് വെയർ ഹൌസിൽ ചുമട്ടുതൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊട്ടാരക്കരയിലെ സ്റ്റേറ്റ് വെയർ ഹൌസിൽ ചുമട്ടുതൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ വെയർ ഹൗസ് മാനേജ്മെന്റിലും എല്ലാ യൂണിയൻകാരും ചേർന്ന് ഒറ്റയ്ക്കും കൂട്ടായും നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ തന്നെ വെച്ച് വെയർ ഹൗസ് മാനേജരെയും വിളിച്ച് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവസാനം ചർച്ചകളിൽ വെയർ ഹൗസ് മാനേജർ പങ്കെടുക്കാതെ മാറി നിൽക്കുകയുണ്ടായി. അവസാനിപ്പിക്കുക, കൂലി വർധനവ് നടപ്പിലാക്കുക, കൂലി വർധനവ് നടപ്പിലാക്കുക, DLOയുടെ ഉത്തരവ് നടപ്പിലാക്കുക, DLOയുടെ
ADV ന്യൂസിൽ ഇനിയൊരു ചെറിയ ഇടവേള. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ പനയഞ്ചേരി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. ഏറെക്കാലമായി പനയഞ്ചേരി മേഖലയിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി. KSEB ബോർഡിൽ നിന്ന് 12 ലക്ഷം രൂപ ചിലവാക്കി പുതുതായി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പനയഞ്ചേരി 16 വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ശാസ്താനഗർ പ്രസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ജനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരെല്ലാം മുൻകൈയെടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ ഇന്നിവിടെ ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായ ആശംസ. 14 സാമ്പത്തിക വർഷത്തെ പ്ലാൻ വർക്കിൽ സാങ്ഷൻ ചെയ്ത് അംഗീകരിച്ച പ്രകാരം സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ്. SN നഗർ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം സപ്ലൈ ഇൻട്രപ്ഷനും കുറയ്ക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ്. ചെലവായ തുക എന്ന് പറയാം, ഇതിന് എത്ര രൂപ ചെലവാക്കിയാണ്? പേയ്മെൻറ്റ് എമൗണ്ട് നമ്മൾ ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് ചെലവാക്കിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ലൈനിൻ്റെ കോൺട്രാക്ടേഴ്സ് എല്ലാം മാറ്റി പുതിയ കോൺട്രാക്ടേഴ്സ് എല്ലാം സ്ഥാപിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അർജുനൻ, പഞ്ചായത്ത് മെമ്പർ K രജനി, സബ് എഞ്ചിനീയർമാരായ ഗോപാലകൃഷ്ണൻ, ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ചു തന്ന KSEB ജീവനക്കാർക്ക് നാട്ടുകാർ ലഡു വിതരണം ചെയ്ത് സന്തോഷം പങ്കിട്ടു. എല്ലാവർക്കും പെൻഷൻ പദ്ധതിയുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന എല്ലാവർക്കും പെൻഷൻ എന്ന ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ SBI ലൈഫ് അഞ്ചൽ പഞ്ചായത്ത് ഹാളിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ തമ്പി നിർവഹിക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലളിതാഭായി പ്രസ്തുത സെമിനാറിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഞ്ചൽ ബദറുദ്ദീൻ, N അനിൽകുമാർ, മിനി പ്രഭ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു അറിയിപ്പ്.
SBT അഞ്ചൽ ശാഖ 44-ാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം 4:30-ന് വാർഷിക ആഘോഷവും ഓണക്കോടി വിതരണവും നടത്തുന്നതായി മാനേജർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും പെൻഷൻ പദ്ധതിയുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അലൈമൺ ഗ്രാമപഞ്ചായത്തും സൻസാദ് ആദർശ് യോജനയും ആയുഷ് വകുപ്പും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചൽ പനയഞ്ചേരി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 43,000 രൂപയുടെ ക്യാഷ് ചെക്കും പാസ്ബുക്കും കളഞ്ഞുകിട്ടി. കേരള കാർഷിക സർവകലാശാല കതിര് 2015 സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ SIയുടെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30-ന്, ഉച്ചയ്ക്ക് 12:30-ന്, വൈകിട്ട് 4:30-ന്, രാത്രി 10-ന്. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.